നമ്മൾ കൂട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ വീട്ടില് വിരുന്നിന് പോകുക, ഇടയ്ക്ക് സന്ദർശനം നടത്തുകയൊക്കെ പതിവാണല്ലോ. അങ്ങനെ പോകുമ്പോൾ നമുക്ക് പലർക്കും ഒരു അനുഭവമുണ്ട്. ചിലർക്കൊരു അനുഭവം ഉണ്ടാകാം. ആ വീട്ടിലെ എല്ലാവരും വന്ന് നമ്മളെ സ്വീകരിക്കുന്നു, എല്ലാവരും വന്ന് നമ്മളോട് കാര്യം പറയുന്നു. ചില വീടുകളിൽ പ്രായമുള്ളവർ നമ്മളെ ഒന്ന് എവിടെ നിന്ന് വന്നു, എപ്പോൾ വന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ കട്ടിലിൽ പോയി കിടക്കുന്നു. കുട്ടികൾ വന്ന് നമ്മുടെ അടുത്തിരിക്കുന്നു. ചില കുട്ടികൾ വന്ന് ചില കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, നമ്മൾ കുട്ടികളോട് കാര്യം ചോദിക്കുന്നു. ഇതൊക്കെയാണ് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. ചില വീടുകളിൽ കുട്ടികൾ അടുത്ത് വരാറില്ല. കുട്ടികൾ ഞാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ഒരു 30-40 വയസ്സ് താഴെയുള്ള ആ തലമുറയിൽപ്പെട്ട ആൾക്കാരെയാണ് ഞാൻ ഈ പറയുന്നത്. അവരവരുടേതായ ഒരു ലോകത്ത്, ഈ വന്നിരിക്കുന്നത് അവരുടെ അപ്പൻ്റെ അല്ലെങ്കിൽ അമ്മയുടെ ബന്ധുക്കളാരോ എന്നുള്ളൊരു മനോഭാവത്തിൽ ഞങ്ങൾക്കിതിൽ എന്തോ കാര്യം ഇരിക്കുന്നു, ഞങ്ങൾ ഈ ബന്ധുക്കളുടെ കാര്യത്തിൽ ഞങ്ങൾ എന്തിനു ഇടപെടണം, ചിലപ്പോൾ ഒന്ന് കണ്ട് ചിരിച്ചെങ്കിലായി. ചിലവർ അങ്ങോട്ട് ഇറങ്ങി വരാറില്ല. ഞാൻ കേട്ടിട്ടുണ്ട്, മേളത്തെ നിലയിലിരിക്കുന്ന മകനും ഭാര്യയും താഴോട്ട് ഇറങ്ങി വരാറേ ഇല്ല ഒരു വിരുന്നുകാർ വന്നാലും എന്ന് കേട്ടിട്ടുണ്ട്. വേറെ വീട്ടിൽ ഞാൻ കേട്ടിട്ടുണ്ട്, മകള് അപ്പുറത്തെ മുറിയിലിരിക്കുന്നു, ഈ അടുത്ത ബന്ധുവാണ് ഇവിടെ അച്ഛനോടും അമ്മയോടും കാര്യം പറഞ്ഞിരിക്കുന്നത്. അതിലേക്കൂടെ ഒന്ന് കടന്നു പോയപ്പോൾ ഒന്ന് മുഖത്ത് നോക്കി ചെറിയൊരു ചിരി ഇരിച്ചിട്ട് പോയി. പിന്നീട് ആ കുട്ടിയെ കണ്ടില്ലെന്ന് കേട്ടിട്ടുണ്ട്. മറ്റൊരു കാര്യം അറിയാവുന്നത്, ഒരു വീട്ടിൽ വിരുന്നിന് ചെന്നപ്പോൾ അവിടുത്തെ മൂത്ത മകൻ അവൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ ലാളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് ഹാളിൽ തന്നെ ഇരിപ്പുണ്ട്. പക്ഷേ വന്ന അതിഥികളുടെ മുഖത്തേക്ക് നോക്കുകയോ, അവൻ്റെ അമ്മയുടെ സഹോദര ബന്ധത്തിൽ കസിനാണ്, അമ്മയുടെ കസിൻ, അതായത് അമ്മാവനെന്ന് നമുക്ക് പറയാം. ഈ അമ്മാവനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അമ്മാവനെ ഒന്ന് നോക്കിയോ ചിരിക്കുകയോ ഒന്നും ഇല്ലാതെ കുഞ്ഞിനെ തന്നെ ഇങ്ങനെ ലാളിച്ചുകൊണ്ടിരിക്കുന്നു. 1 മണിക്കൂറോളം കുഞ്ഞിനെ തന്നെ ലാളിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മാവന് കുഞ്ഞിനെ പറ്റി ചോദിക്കുമ്പോൾ അതിന് വ്യക്തമായ ഇന്റർവ്യൂവിന് മറുപടി പറയുന്ന പോലെ ഓരോ മറുപടിയൊക്കെ പറഞ്ഞ് അവൻ മോഹൻ തിരിക്കുന്ന കേട്ടിട്ടുണ്ട്. എന്നാൽ ഇതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു ഒരു അനുഭവമാണ് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. അതിലൊന്ന് 2 അനുഭവ കഥകളാണ്. ഒന്ന്, ഞങ്ങൾ ഡൽഹിയിലായിരുന്ന സമയത്ത് കുറച്ച് നാളെ അവിടെ സർവീസിന്റെ അവസാന സമയത്ത് കുറച്ച് നാളെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്ക് ഒരു അയൽക്കാര് താമസിക്കുന്നത് INA അടുത്ത്. INA ഒരു സ്ഥലപ്പേരാണ് അവിടെ, INA മാർക്കറ്റ് എന്ന് പറയും. ആ INA മാർക്കറ്റിന് സമീപം ആണ് ലക്ഷ്മിബായി നഗർ, 10-75 വർഷം പഴക്കമുള്ള റെസിഡൻഷ്യൽ സെൻട്രൽ ഗവൺമെന്റ് ഓഫീസേഴ്സ് കോംപ്ലക്സ് ആണ്. അത് പഴയ കെട്ടിടമാണ്. അപ്പോൾ അവിടെ ഒരു ക്വാർട്ടേഴ്സിലാണ് ഞാൻ താമസിക്കുന്നത്. തൊട്ടടുത്ത് പല സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥരും അവരുടെ കുടുംബവുമാണ് താമസിക്കുന്നത്. ഒരു വീട്ടിലെ ഏകദേശം നമ്മളെക്കാൾ 10 വയസ്സോ 15 വയസ്സോ മാക്സിമം കുറവുള്ളൂ. അവരുടെ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ, അവർ യാത്ര അയക്കാൻ നേരം, വലിയ അടുപ്പമൊന്നും ആയില്ല, 2-3 മാസത്തെ അടുപ്പേ വന്നുള്ളൂ. യാത്ര അയക്കാൻ നേരം ഞങ്ങളെ അവരുടെ വാഹനത്തിൽ തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടുന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിന്നെ നേരിട്ട് വിമാനത്താവളത്തിലേക്ക് മെട്രോ സർവീസ് ഉണ്ട്. റെയിൽവേ സ്റ്റേഷൻ കൊണ്ടുവിട്ട് കഴിഞ്ഞിട്ട് ആ വലിയ ജനക്കൂട്ടമുണ്ട് ആ മാർക്കറ്റിൽ. INA മാർക്കറ്റ് മെട്രോ സ്റ്റേഷന്റെ മുന്നിൽ വലിയ ജനക്കൂട്ടമുണ്ട്. ആ ജനക്കൂട്ടത്തെ ഒന്നും അവരുടെ ശ്രദ്ധയിൽ വരുന്നില്ല. അവര് എൻ്റെയും എൻ്റെ വൈഫിൻ്റെയും കാൽ തൊട്ട് വന്നിക്കുന്നു. ആ കാൽ തൊട്ട് വന്നിച്ച് സ്ത്രീക്കൊരു ഏകദേശം 45-50 വയസ്സുകൊണ്ട് പ്രായമുണ്ട്. ഞങ്ങളുടെ അയൽക്കാരിയാണ്. അത് അവരുടെ ഒരു സംസ്കാരമാണ്. അവർ നോക്കിക്കഴിയുമ്പോൾ അവരെക്കാൾ 10-15 വയസ്സ് മൂത്ത ആൾക്കാരാണ് അവരെ യാത്ര അയക്കുന്നത്. ഒരു ബഹുമാനത്തോടാണ് അവരങ്ങനെ യാത്ര അയച്ചത്. അതൊരു വലിയ വ്യത്യസ്തമായ ഒരു അനുഭവമായിപ്പോയി. കുട്ടികളങ്ങനെ കാൽ തൊട്ട് വന്നിക്കുന്ന ഒരു സംസ്കാരം ഉത്തരേന്ത്യയിലുണ്ട്. നമ്മുടെ ദക്ഷിണേന്ത്യയിൽ വിവാഹത്തിനും മറ്റ് പ്രധാന ചടങ്ങുകൾക്കൊക്കെ പ്രായമുള്ളവരുടെ ഗുരുക്കന്മാരുടെയൊക്കെ കാൽ തൊട്ട് വന്നിക്കുക ഒരു പതിവുണ്ട്. മണവാട്ടിയോ മണവാളനും ചെറുക്കനും പെണ്ണും ഒക്കെ വീട്ടിൽ നിന്ന് കല്യാണത്തിന് പോകാൻ നേരം വീട്ടിലുള്ള എല്ലാവരുടെയും ആശീർവാദം വാങ്ങിയിട്ട് പോകുന്ന ഒരു പതിവ് നമ്മുടെ കേരളത്തിലുണ്ട്. എന്നാൽ ഈ സ്ത്രീ യാത്ര അയക്കുകയാണ്. യാത്ര അയക്കുമ്പോൾ കാല് തൊട്ട് വന്നിച്ച് അനുഗ്രഹം വാങ്ങിച്ച് യാത്ര അയക്കുന്ന ഒരു വലിയ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത്. മറ്റൊരു കാര്യം, എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം എറണാകുളത്ത് താമസിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഭർത്താവും എൻ്റെ സുഹൃത്ത് അവിടുത്തെ അമ്മയാണ്, സഹപ്രവർത്തകയാണ്. അവരുടെ ഭർത്താവും അവരും 2 കുട്ടികളുമാണ് അവിടെ താമസിക്കുന്നത്. എറണാകുളത്തായിരുന്നു താമസം. ഞങ്ങളവിടെ താമസിക്കുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ സ്ഥിരമായിട്ട് പോകാൻ സാധിക്കുന്നെങ്കിലും
വർഷത്തിൽ 1, 2, 3 പ്രാവശ്യം ആ വീട്ടിൽ പോകുമ്പോൾ മുകൾ നിലയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഇറങ്ങി വന്നിട്ട്, 2 ആൺകുട്ടികളാണ്, അവർ രണ്ടുപേരും ഇറങ്ങി വന്നിട്ട് ഞങ്ങളുടെ, അതായത് അമ്മയുടെ സഹപ്രവർത്തകനും അദ്ദേഹത്തിന്റെ ഭാര്യയുമാണല്ലോ വന്നിരിക്കുന്നത്. അപ്പൊ അമ്മയുടെ റാങ്കിലുള്ളവർ എന്ന ഒരു കാഴ്ചപ്പാടോടുകൂടി ബഹുമാനത്തോടുകൂടി ആയിരിക്കാം വന്ന് കാൽ തൊട്ട് വന്നിച്ചിട്ട് അനുഗ്രഹം വാങ്ങി പഠിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് തിരിച്ചു മുഖനിലയിലേക്ക് പോകുന്നു. അവർ ഹൈസ്കൂൾ വിദ്യാർത്ഥികളായിരുന്നു ആ സമയത്ത്. ഉടൻ തന്നെ വേണ്ട ഒരു സമയത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മ അവരെ വിളിക്കുന്നു, രണ്ടുപേരെയും വിളിക്കുന്നു. രണ്ടുപേരും വീണ്ടും മേളിൽ നിന്ന് ഇറങ്ങി വരുന്നു, നമസ്കാരം പറയുന്നു, വന്ദിക്കുന്നു, കാൽ തൊട്ട് വന്നിച്ചിട്ട് വീണ്ടും തിരിച്ചവർ മുറിയിലേക്ക് പഠിക്കാനായിട്ട് പോകുന്നു. ചിലർ മറ്റൊരു സമയത്ത് അവർ കളിക്കാനായിട്ടൊക്കെ പുറത്തു പോകുന്നു. പക്ഷെ എപ്പോൾ പോയാലും ഈ കാൽ തൊട്ട് വന്നിച്ചിട്ട് പോകുന്ന ഒരു പതിവ്, അത് അവരുടെ ഒരു വീട്ടിലെ നിയമമായി ഇവരെ വളർത്തുകയാണ്. അവർ ശീലമായി കുട്ടികളെ അങ്ങനെ വളർത്തുകയാണ്. അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അവർ ഈ സംസ്ഥാനക്കാരല്ല എന്ന് ഞാൻ എടുത്തു പറയട്ടെ, അവർ ഒറീസക്കാരായിരുന്നു. അപ്പം ഈ കുട്ടികളെ വളർന്നു. അപ്പൊ ഇങ്ങനെ പ്രായമുള്ളവരെ വന്ദിക്കാൻ മാതാപിതാക്കൾ അവരെ പഠിപ്പിച്ചു, അവരതുപോലെ ശീലിച്ചു, മാതാപിതാക്കളെ അനുസരിച്ചു, ഇവർ വളർന്നു. ഞങ്ങൾ 10-30 വർഷം കടന്നുപോയി. ഞാൻ മറ്റു പല ഡിപ്പാർട്ട്മെന്റിലേക്ക് ഞാൻ ട്രാൻസ്ഫറായി മാറി. അവസാനം റിട്ടയർ ചെയ്യുന്നൊരു കാലഘട്ടത്തിൽ ഡൽഹിയിൽ നിയമനം കിട്ടിയപ്പോൾ ഈ സ്ത്രീയുടെയും ഈ സ്ത്രീയുടെ കുടുംബം താമസിക്കുന്ന വീട്ടിലെ ഞങ്ങൾ ചെന്നു. ഗുഡ്ഗാവിലാണ് അവർ താമസിക്കുന്നത്. ഒരു വലിയ 34 നിലയുള്ള ഒരു ഫ്ലാറ്റ്. അതിലെ ഏറ്റവും മുകളിലത്തെ നിലയിൽ അവർ താമസിക്കുന്നു. ഞങ്ങളവിടെ കടന്നു ചെന്നപ്പോൾ നമ്മുടെ സഹപ്രവർത്തകയുടെ ഹസ്ബൻഡും പഴയ സുഹൃത്തുക്കളാണ്. ഞങ്ങൾ പല പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും 2 ഭവനങ്ങളിലും സന്ദർശനം നടത്തിയിട്ടുണ്ട്. അവർ ഞങ്ങളുടെ വീട്ടിലും ഞങ്ങൾ അവരുടെ വീട്ടിലും പല സമയത്തും പോയിട്ടുണ്ട്. പല കാര്യങ്ങളിലും കുടുംബകാര്യങ്ങളിലൊക്കെ പങ്കെടുത്ത് നല്ല സുഹൃത്തുക്കളായി പിരിഞ്ഞവരാണ്, നല്ല സുഹൃത്തുക്കളായി കഴിഞ്ഞവരാണ്. അപ്പം അവിടെ ചെന്ന് ഈ മക്കളെ പറ്റി അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് ഈ 2 മക്കളും ഉന്നത സ്ഥാനങ്ങളിൽ ജോലി ചെയ്യുകയാണ്. വലിയ ഒരാൾ എന്തോ ഒരു കമ്പനിയുടെ ഉന്നത സ്ഥാനത്തും മറ്റൊരാൾ എന്തോ ഒരു സർവീസിൽ വളരെ ഉന്നതമായ ഒരു സ്ഥാനത്ത് ഇരുവരും ഉന്നത സ്ഥാനങ്ങളിൽ അവർ ജോലി ചെയ്യുന്നു. ആ താഴ്മയുടെ ഒരു ഫലമായിരിക്കാം, അവരെ പഠിപ്പിച്ച ആ ഒരു ശീലമായിരിക്കാം അവരെങ്ങനെ ഉന്നത നിലയിൽ എത്തിയതെന്ന് ഞാൻ കരുതുന്നു. ഇതൊരു നല്ല കാര്യമായതുകൊണ്ടും ഈ കുടുംബത്തിന്റെ പേര് പറയുന്നത് കൊണ്ട് ഒരു ദോഷമില്ലാത്തത് കൊണ്ടും ഞാൻ ആ മാതാപിതാക്കളെ പരിചയപ്പെടുത്തുകയാണ്. കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി ആയിരുന്ന ശ്രീ PK മോഹന്തിയും അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ശ്രീമതി പ്രണതി മോഹന്തിയുമാണ് ആ കുടുംബത്തിലെ അച്ഛനും അമ്മയും. അവരുടെ മക്കളെയാണ് അവരെ പ്രായമുള്ളവരെ കാൽ തൊട്ട് വന്നിച്ച് സ്വീകരിക്കാനും അവരുടെ ആശീർവാദം നേടുവാനും ചെറുപ്പകാലം മുതലേ പഠിപ്പിച്ചത്. ഞങ്ങൾ എറണാകുളത്ത് അവരുടെ വീട്ടിൽ സന്ദർശനം നടത്തുമ്പോൾ അദ്ദേഹം മലബാർ സിമെന്റിന്റെ മാനേജിംഗ് ഡയറക്ടറായിരുന്നു. പാലക്കാട്ട് വാളയാറ് അതിൻ്റെ MD ആയിരുന്നു, മാനേജിംഗ് ഡയറക്ടറായിരുന്നു. അപ്പോൾ വളരെ ഉന്നതമായ സ്ഥാനത്ത്. അമ്മ എൻ്റെ കൂടെ സർവീസിലായിരുന്നു. അമ്മ അന്ന് ഇൻഫോർമേഷൻ ഓഫീസറായിരുന്നു കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയിൽ. അപ്പം ഉന്നത സ്ഥാനങ്ങളിലാണ് മാതാപിതാക്കൾ. വളരെ താഴ്മയോട് കൂടി ഈ സ്ഥാനങ്ങളോ മാനങ്ങളോ ഗർവ് മക്കൾക്കില്ലാതെ അവരെ വളർത്തി എന്നുള്ളതാണ് അതിലെ ഒരു വലിയ കർമ്മം. മറ്റുള്ളവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും പഠിപ്പിച്ചു. പ്രായമുള്ളവരെ പ്രത്യേകിച്ചും വന്ദിക്കാൻ പഠിപ്പിച്ചു. അവർക്ക് ഉന്നതമായ സ്ഥാനത്ത് വിരാജിക്കാൻ സാധിക്കുകയും ചെയ്തു. ഈ കുട്ടികൾക്ക് ഗുരുക്കന്മാരെ വന്ദിച്ചതുകൊണ്ടും പ്രായമുള്ളവരെ ബഹുമാനിച്ചതുകൊണ്ടും അവർക്ക് ദൈവം നൽകിയ
ഒരു ദാനമായി നമുക്കതിനെ വേണമെങ്കിൽ കാണാം. ഇവര് രണ്ടുപേരും ഈ അവസാ സർവീസിന്റെ അവസാന കാലഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ ചീഫ് സെക്രട്ടറി ആയ ശ്രീ പി.കെ. മോഹന്തിയും അദ്ദേഹത്തിന്റെ ഭാര്യയും വളരെ സ്നേഹത്തോടെ ഞങ്ങളോട് പെരുമാറി. ശ്രീമതി പ്രണതി മോഹന്തി യുടെ താഴ്മ, അവരുടെ സിംപിൾസിറ്റി, അവരുടെ മറ്റുള്ളവരോടുള്ള വാത്സല്യമൊക്കെ ഞങ്ങളുടെ സർവീസിലുള്ള എല്ലാവരും എപ്പോഴും ഓർക്കുന്നുണ്ട്, അവരെ പ്രശംസിക്കാറുണ്ട്. അപ്പം സാറിൻ്റെ മോഹന്തി സാറിൻ്റെ ഫ്രണ്ട്ഷിപ്പ് വളരെ നല്ല രീതിയിൽ ഞാൻ ആസ്വദിച്ചിട്ടുണ്ട്. പല സമയത്തും ഞങ്ങളുടെ അതിഥികളായി അവർ ഞങ്ങളുടെ ഭവനത്തിൽ വന്നിട്ടുണ്ട്. ഞങ്ങളും പല സമയത്തും അവരുടെ വീട്ടിൽ പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ നല്ല ബന്ധത്തിൽ കഴിഞ്ഞവരാണ്. അതുകൊണ്ടാണ് ഡൽഹിയിൽ ചെന്നപ്പോൾ വീണ്ടും അവരെ കാണാനായിട്ട് ഞാൻ പോയത്. അപ്പോഴാണ് ഈ മക്കളെപ്പറ്റി കൂടുതൽ അന്വേഷിക്കുന്നത്. ഇപ്പോൾ കേട്ടപ്പോൾ, അവരുടെ സ്ഥാനങ്ങൾ കേട്ടപ്പോൾ, പിതാവിനോടും മാതാവിനേക്കാളും ഒക്കെ, അല്ലെങ്കിൽ പിതാവിനോടും മാതാവിനോടും ഒപ്പം ഉള്ള ഒരു സ്ഥാനത്ത് അവർ എത്തിപ്പറ്റി. ഈ ഒരു ലാളിത്യം, ഈ ഒരു പെരുമാറ്റ രീതി നമ്മുടെ കുട്ടികൾക്ക് ഒരു മാതൃകയാക്കാവുന്നതാണ്. നിങ്ങൾക്ക് പലർക്കും പല അനുഭവങ്ങൾ കാണാം. നിങ്ങളുടെ വീടുകളിൽ, നിങ്ങളുടെ സ്നേഹിതരുടെയോ കൂട്ടുകാരുടെയോ ബന്ധുക്കളുടെയോ ഒക്കെ വീടുകളിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള കുട്ടികൾ, ഈ കുട്ടികൾ എന്ന് പറയുന്നത് ഞാൻ 10 വയസ്സ് താഴെയുള്ള നിഷ്കളങ്കരായ കുട്ടികളെ പറ്റിയല്ല, 15-നും 35-നും അല്ലെ 30-നും ഇടയ്ക്കുള്ളവരെ പറ്റിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവർ നിങ്ങളോട്, അല്ലെങ്കിൽ ഇളയ തലമുറ നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അങ്ങനെ ഉള്ള നല്ല രീതിയിൽ പെരുമാറുന്ന ധാരാളം കുട്ടികൾ കണ്ടേക്കാം. നിങ്ങളെ ഗൗനിക്കാത്തവരുണ്ടാകാം. നിങ്ങൾ ചെന്ന് കയറിയത് ഒരു തലവേദനയായിപ്പോയി ഞങ്ങൾക്ക് എന്ന് തോന്നുന്ന രീതിയിൽ നിങ്ങളോട് പെരുമാറുന്നവരുണ്ടാകാം. നിങ്ങളെ തീരെ മൈൻഡ് ചെയ്യാത്തവരുണ്ടാകാം. ഇതൊരു ശല്യമാണ് എന്ന് അവർക്ക്, കുട്ടികൾക്ക് തോന്നുന്ന രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുന്നവരുണ്ടാകാം. വാത്സല്യത്തോടെ, നമ്മളോട് സ്നേഹത്തോടെ നമ്മളോട് പെരുമാറുന്നവരും ഉണ്ടാകാം. ഈ ഡൽഹിയിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഞങ്ങളെ യാത്ര അയച്ച ഞങ്ങളുടെ അയൽക്കാരി 45 വയസ്സുകാരി സ്ത്രീയുടെയും സഹപ്രവർത്തകയുടെ സമർത്ഥരായ 2 മക്കളുടെ പെരുമാറ്റവും ഞാൻ ഇപ്പോഴും വളരെ നല്ലൊരു ഓർമ്മയായി എന്നിൽ ഇപ്പോഴും അവശേഷിക്കുന്നു.